ഇന്ന് നമ്മൾ നോക്കുന്നത് പല്ലുകളെക്കുറിച്ച് PSC മുൻവർഷ കാലത്ത് ചോദിച്ച ചോദ്യങ്ങളാണ്. റീസെൻ്റായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ആഹാരങ്ങൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏത്? കോമ്പല്ലാണ് ആൻസർ. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ, കാക്ക അടുപ്പിച്ച് വരുന്നതാണ്, അതായത് കടിച്ചു കീറാൻ, അത് കോമ്പല്ല്. അങ്ങനെ ഓർത്ത് വെക്കണം. അതുപോലെ കടിച്ച് മുറിക്കാൻ സഹായിക്കുന്നത് ഉളിപ്പല്ലാണ്. ഇത് രണ്ടും തിരിഞ്ഞു പോകില്ല. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32ആണ്. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32ആണ്. മനുഷ്യരിൽ എത്ര തരം പല്ലുകളാണുള്ളത്? 4 തരമാണ്. മനുഷ്യനിൽ 4 തരം പല്ലുകളാണുള്ളത്. മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? 8 എണ്ണമാണ്. ഉളിപ്പല്ലിൻ്റെ എണ്ണം 8 ആണ്. ഇനി പല്ലുകളെ പറ്റി SCERT ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് പറയാം. പല്ലിൻ്റെ ഉപരിതല പാളിയാണ് ഇനാമൽ. പല്ലിൻ്റെ ഉപരിതല പാളിയാണ് ഇനാമൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥവും പല്ലിൻ്റെ ഇനാമലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം ഇനാമലാണ്. ഇത് PYQ ആണ്, പഠിക്കണം. അടുത്ത ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ് പാൽപ്പല്ലാണ്. കുഞ്ഞുങ്ങളിൽ പാൽപ്പല്ല് 20 എണ്ണമാണ്. മുകളിലും താഴെയായി 10 എണ്ണം വീതം. ഇത് പഠിക്കണം. ഇതിൻ്റെ എണ്ണം ചോദിക്കും. പാൽപ്പല്ലുകൾ 20 എണ്ണം. 4 ടൈപ്പ് പല്ലുകളുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം ഉളിപ്പല്ല്. മുൻവശത്തും മുകളിലും താഴെയുമായി 4 പല്ലുകൾ വീതമാണ്. ടോട്ടൽ 8 എണ്ണമാണ് ഉളിപ്പല്ല്. ആഹാര വസ്തുക്കൾ കടിച്ച് മുറിക്കാൻ സഹായിക്കുന്നതാണ് ഉളിപ്പല്ല്. അടുത്തത് കോമ്പല്ല്. ഉളിപ്പല്ലുകളുടെ സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി 2 പല്ലുകൾ വീതം. അങ്ങനെ ടോട്ടൽ 4 എണ്ണം. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു. കടിച്ചു കീറാൻ കോമ്പല്ല്. അടുത്തത് അഗ്രചർവണവും ചർവണവും. ഇത് രണ്ടും ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നതാണ്. അഗ്രചർവണവും ചർവണവും. അഗ്രചർവണം 8 എണ്ണം, ചർവണകം 12 എണ്ണം. ഇതിൻ്റെ എണ്ണം പഠിച്ചു വെക്കണം, ചോദിക്കും.